പരിശുദ്ധ സുവിശേഷം. യേശു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തർഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തർഛിദ്രമുള്ള ഭവനവും വീണു പോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന് രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ കരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജമാക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. നമ്മുടെ സമൂഹത്തിൽ 3 തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ കാണുവാൻ സാധിക്കും. ചില ആളുകൾ വളരെ പോസിറ്റീവാണ്, ഏതിനും നന്മ കണ്ടെത്താനാണ് ശ്രമിക്കുക. അമേരിക്കയിലുള്ള പല ടിപ്പിക്കൽ ആളുകളും വളരെ പോസിറ്റീവായിട്ട് വെരി ഗുഡ്, അങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളെ അഭിനന്ദിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട് എന്തിനും കുറ്റം പറയുക. അതായത് ഒരാളെ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റമാണ്. അത് ജീവിത പങ്കാളിയെക്കുറിച്ചാകാം, മക്കളെക്കുറിച്ചാകാം, മാതാപിതാക്കളെക്കുറിച്ചാകാം. ഇനി മൂന്നാമത് ഒരു കൂട്ടർ വളരെ ന്യൂട്രലായിരിക്കും. അത് ഗുണവും പറയില്ല, ദോഷവും പറയില്ല. ഭൂരിപക്ഷം പേരും ആ രീതിയിലായിരിക്കാം. എന്നാൽ ഈശോയെക്കുറിച്ച് 3 തരത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കാണുക. ഒരു കൂട്ടം ആളുകൾ വിസ്മയം ഭരിതരായി. കാരണം അതുവരെ കുറെ നാളുകളായിട്ട് സംസാരിക്കാൻ സാധിക്കാത്ത ഒരുവൻ അന്നത്തെ വിശ്വാസമനുസരിച്ച് ഏതോ ഊമനായിരുന്ന മനുഷ്യൻ, ദുഷ്ടനായിരുന്നു, അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അശുദ്ധാത്മാവ് ഇവനിൽ പ്രവേശിച്ച് ഇവനെയും ഊമനാക്കി മാറ്റിയിരിക്കുന്നു. ഈശോ ഒരു വാക്കാൽ അവന്റെ രോഗം സൗഖ്യപ്പെടുത്തിയപ്പോൾ ഇത്രയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവൻ വരുവാനിരിക്കുന്ന എന്ന് പറഞ്ഞിരുന്ന മിശിഹായാണ് എന്ന് അവർ വിശ്വസിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ വേറെ ചില ആളുകൾ അവരോട് ആർഗ്യൂ ചെയ്തു, ഇതുകൊണ്ടൊന്നും ഇവനെ മിശിഹായാണെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവനെ മിശിഹായാണെന്ന് അംഗീകരിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇവരൊരു അടയാളം വേറെ കാണിച്ചു തരണം. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്ന അവസരങ്ങളിൽ ഈശോ ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് യോനാപ്രവാചകന്റെ അടയാളമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് യോന 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നു, പിന്നീട് അവൻ പുറത്തു വന്നു. അതുപോലെ ഞാനും ഈ ഭൂമിയുടെ ഉദരത്തിലായിരിക്കും, അല്ലെങ്കിൽ ട്യൂബിലായിരിക്കും, കബറിടത്തിലായിരിക്കും, പക്ഷെ ഞാൻ തിരിച്ചു വരും. അതാണ് ഞാൻ മിശിഹായാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാൻ 3 ദിവസം കൊണ്ട് തന്നെ പുനരുദ്ധരിക്കും എന്ന് പറയുമ്പോൾ 46 വത്സരമായി ദേവാലയം അപ്പോഴും പണിപൂർത്തിയാകാതെ നിർമ്മിതിയിൽ കിടക്കുന്ന മഹാനായ ഹെറോദോസ് രാജാവ് തുടങ്ങി വെച്ച ആ ദേവാലയത്തെ കുറിച്ചല്ല, മറിച്ച് ഈശോ തന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കാരണം താൻ ദൈവം മാംസം ധരിച്ചതാണ്. അങ്ങനെ ഈശോയോട് വേറെ ചില ആളുകൾ പറയുകയാണ്, ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ബെൽസെബൂൽ എന്ന് പറയുന്നത് വിജാതീയരുടെ ശക്തനായ അധോലോക ദൈവമാണ്, അല്ലെങ്കിൽ പിശാചുക്കളുടെ തലവനാണ്. അങ്ങനെ പിശാചുക്കളുടെ തലവനെ കൊണ്ട് തന്നെയാണ് നീ ഈ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ആളുകൾ ഇപ്പോഴും
സാത്താൻ സേവക്കാരുണ്ട്. നമ്മളെ ഇടയിൽ അധികമില്ല എങ്കിലും മറ്റു ചില ആളുകളുടെ ഇടയിൽ സാത്താൻ സേവയും സാത്താന്റെ ശക്തിയാൽ അവന്റെ മധ്യസ്ഥത്താൽ ഒക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവന്റെ സഹായത്തോടുകൂടിയാണ് നീ ഈ സാത്താനെ ഈ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എന്ന് ഈശോയോട് പറയുമ്പോൾ ഈശോ അതിനെ കൗണ്ടർ ആക്കുകയാണ്. അതിന് സാത്താൻ തന്നെ സാത്താനെ ബഹിഷ്കരിക്കാൻ കൂട്ടു നിൽക്കുന്നത്. ഏത് രാജ്യമാണെങ്കിലും അന്തഃഛിദ്രമുണ്ടായാൽ അത് നശിച്ചു പോകും. ഒരു ഭവനമാണെങ്കിൽ, ഒരു കുടുംബമാണെങ്കിൽ, ആ കുടുംബത്തില് അന്തഃഛിദ്രമുണ്ടായാൽ ഭാര്യ ഭർത്താവും തമ്മിൽ ദോഷൈക ദുഃഖികളായി പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ കുടുംബം നശിക്കും. ആ കുടുംബത്തിൽ പിന്നെ ഡിവോഴ്സായി, കേസായി, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളായി അവരുടെ മക്കളുണ്ടെങ്കിൽ അവരുടെ നാശത്തിലേക്ക് അത് വഴിതെളിക്കും. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഇത് ദൈവകരം കൊണ്ടാണ് ഞാനിത് നിർവഹിച്ചത് എങ്കിൽ ഇതാ ദൈവരാജ്യം നിങ്ങളുടെ സമീപസ്ഥമായിരിക്കുന്നു. എന്താണ് ഈ ദൈവരാജ്യം? അത് ഈശോ സ്ഥാപിച്ച സഭയാണ്. ഈ സഭ നമ്മളുടെ ആ സഭയുടെ മാമോദീസായിലൂടെ നമ്മൾ അംഗങ്ങളായിരിക്കുന്നു. ആ സഭയുടെ പ്രാദേശിക യൂണിറ്റാണ് നമ്മുടെ ഇടവക. അതിനേക്കാളും ലോക്കലായിട്ടുള്ള യൂണിറ്റാണ് നമ്മുടെ ഓരോ ഭവനങ്ങളും. നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളായിട്ട് ഈശോയുടെ ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കുകയും അവിടെ ഒന്നു ചേർന്ന് നമ്മൾ സന്ധ്യാപ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ അവിടെയെല്ലാം ഈ വിടുതലുകൾ ഉണ്ടാക്കാനായിട്ട് പിശാച് പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഈശോ മറ്റൊരു ഉദാഹരണം പറയുന്നത്. പിശാചിനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞ് ഒരാള് ശുദ്ധനായി തീർന്നു, അവന്റെ ആത്മാവിനെ എല്ലാം അടിച്ച് വൃത്തിയാക്കി, അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മുടെ ആത്മീയമായ വരപ്രസാദത്തിലായിരിക്കുന്നു. പക്ഷെ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചില്ല എന്ന് വരികിൽ ഈ പിശാച് വീണ്ടും മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന ശേഷം അവൻ അവനെ ഗതി കിട്ടാതെ അവൻ തിരിച്ച് ഇയാളിലേക്ക് തന്നെ വരുന്നു. അവിടെ എല്ലാം അടിച്ചുമാറി വൃത്തിയാക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ വേറെ 7 പേരെ കൂടി കൂട്ടിക്കൊണ്ട് വന്ന് അതിശക്തമായിട്ട് ഇവനെ ആക്രമിക്കുകയും ആദ്യത്തിനേക്കാൾ മോശമായി ഇവന്റെ അവസ്ഥ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈശോ തളർവാദ രോഗിയോടും മറ്റു ചിലരെ അല്ലെങ്കിൽ വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും ഒക്കെ പറഞ്ഞു, ഇതാ നിന്നെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു, ഇനി മേലിൽ പാപം ചെയ്യരുത്. കാരണം ഇനി നീ പാപം ചെയ്താൽ അതിനേക്കാൾ കഷ്ടമാകും. ചില കള്ളുകുടിയന്മാര് പരിജ്ഞാനം കൂടാൻ പോയി ഒരാഴ്ച ധ്യാനമൊക്കെ കഴിഞ്ഞ് കള്ളുകുടിയൊക്കെ മാറ്റി പിന്നെ അച്ഛന്മാരെ വരെ ഉപദേശിക്കാൻ തുടങ്ങും. പക്ഷെ കുറെ കഴിഞ്ഞ് അവർ കള്ളുകൂടി തുടങ്ങിയാൽ പഴയതിനേക്കാളും ദുരിതമുള്ള അവസ്ഥയിലായി മാറുകയും അതോടുകൂടി അവന്റെ കരണമൊക്കെ തീരുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈശോ പറയുകയാണ്, നമ്മൾ ഏതെല്ലാം തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവരാജ്യത്തിലാണെങ്കിലും അതിന്റെ പൂർണ്ണത വരുന്നത് പിശാചിനെ എന്നേക്കുമായിട്ട് അടിച്ചമർത്തുന്നത് കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിലാണ്. അവിടെ ഈശോയാകുന്ന വചനം മാംസം ധരിച്ച ഈശോയ്ക്ക് തന്റെ വചനത്താൽ തന്നെ നമ്മളെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും നമ്മുടെ ആത്മാവിനെ വെളിപ്പാക്കുവാനുമുള്ള അധികാരമുണ്ട്. അത് കൂദാശകളിലൂടെ, കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും മറ്റ് കൂദാശകളിലൂടെയും ഒക്കെ നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട്. ആ അധികാരം നമുക്ക് ഈശോയിൽ നിന്ന് സ്വീകരിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും സാധിക്കണം. മറ്റൊന്ന്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ രാഷ്ട്രത്തിലും ഒക്കെ ഐക്യം നിലനിർത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അനൈക്യത്തിനുള്ള ആ പ്രേരണ മറ്റുള്ളവരിൽ നമുക്കുണ്ടായാലും നമ്മൾ അതിന് വശംവദരാകരുത്. വേറൊന്ന്, എന്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്. അപ്പൊ ഈശോയോട് കൂടി ഈശോ സ്ഥാപിച്ച സഭയോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുകയും കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ ആശയപരമായിട്ട് യോജിക്കാൻ പറ്റാതെയോ അവരുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെയോ വന്നാലും കുറെയൊക്കെ ക്ഷമിക്കുവാൻ സാധിക്കണം. നമ്മുടെ ആളുകൾക്കെല്ലാം ഉള്ള ഒരു വലിയ പ്രശ്നം പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അങ്ങനെ നമ്മൾ ദേഷ്യം പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ വിള്ളൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ ക്ഷമിക്കാനും കുറെയൊക്കെ സഹിഷ്ണുത കാണിക്കുവാനും അതുപോലെ തന്നെ ശാന്തമായിരിക്കുമ്പോൾ വേണ്ട തിരുത്തലുകൾ പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ സ്നേഹവും ഈ ഐക്യവും ദൈവാശ്രയ ബോധവും ഉണ്ടാകുവാനായിട്ട്